ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ ബീഫ് വേവിച്ചിട്ടെടുക്കണം. അതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 3 പച്ചമുളകും, പിന്നെ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, കുറച്ച് കറിവേപ്പിലും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ചേർത്ത് മിക്സാക്കി വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പെരിഞ്ജീരകം, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള ഉള്ളി. മസാല കൂടുതൽ വേണമെന്നവർക്ക് 4-5 എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസ് 5 എടുത്തിട്ടുണ്ട്. ഉള്ളിൻ്റെ അളവ് കുറവ് വേണമെന്നവർക്ക് അതുപോലെ ചെയ്യാം. ഇതിന് നല്ലോണം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. കുറച്ച് വഴന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. 4 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ വഴറ്റിയിട്ടെടുക്കണം. നല്ലോണം കളർ മാറിയിട്ടാകുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ബീഫിൽ നല്ലോണം എരിവുണ്ടെങ്കിൽ നമുക്കിവിടെ മസാല കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മീറ്റ് മസാലവും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. മസാലപ്പൊടിയെല്ലാം ചേർത്തിട്ട് ഇത് നല്ലോണം നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഉള്ളിയിലേക്ക് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ബീഫ് ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ബീഫ് ഉണ്ടാവും പുരയിൽ. അജി പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് എപ്പോൾ കറി വെക്കുമ്പോൾ നമുക്ക് പിയല്ലേ മടുക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ലോണം മസാല എല്ലാം പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് ഞാൻ ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം കുറച്ച് ചേർത്തിട്ട് നല്ലോണം ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും. നല്ല പോലെ ഡ്രൈ ആയിട്ട് വേണവർക്ക് നല്ലോണം ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അതിന് വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നല്ലോണം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ചെയ്താൽ മതി. ഇപ്പം ഞാൻ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് കുറച്ച് ഗ്രേവി കിട്ടുന്ന പോലെയാണ് ഞാനിവിടെ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇഷ്ടം പോലെ നല്ലോണം ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നവർക്ക് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം ഡ്രൈ പോലെ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അടിപൊളിയുള്ളൊരു ബീഫ് കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.